എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 8:30 മണിക്ക് ഷിക്കാഗോയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ഷിക്കാഗോ പെന്റക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി മീഡിയ ഗ്രൂപ്പ് അവതരിപ്പിക്കുന്ന വീക്കിലി റൗണ്ടപ്പിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് മെയ് മാസം 23 വെള്ളിയാഴ്ച. ഇന്നത്തെ 86ാമത്തെ എപ്പിസോഡ് വീക്കിലി റൗണ്ടപ്പ് അവതരിപ്പിക്കുന്നത് കുര്യൻ ഫിലിപ്പ്. IPC സെൻട്രൽ റീജിയന്റെ ആനുവൽ കൺവെൻഷൻ ഇന്നും നാളെയുമായി IPC ഹെബ്രോൺ ഗോസ്പൽ സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ സമ്മേളനത്തിൽ പാസ്റ്റർ സേവ്യർ ജെയിംസ്, പാസ്റ്റർ ടോമി ജോസഫ് എന്നിവർ ദൈവവചനം സംസാരിക്കും. കൺവെൻഷൻ റീജിയൻ പ്രസിഡന്റ് പാസ്റ്റർ PC മാമൻ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യും. ഈ സമ്മേളനത്തിൽ എല്ലാ സഭകളിൽ നിന്നുള്ള ദൈവദാസന്മാരും വിശ്വാസികളും വന്ന് പങ്കെടുക്കണമെന്ന് IPC സെൻട്രൽ റീജിയന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്ക് വേണ്ടി പ്രസിഡന്റ് പാസ്റ്റർ PC മാമൻ, വൈസ് പ്രസിഡന്റ് പാസ്റ്റർ ജോൺ ടി കുര്യൻ, സെക്രട്ടറി പാസ്റ്റർ PV മാമൻ, ട്രഷറർ ബ്രദർ ജോൺ മത്തായി എന്നിവരുടെ അറിയിപ്പിൽ പറയുന്നു. IPC സെൻട്രൽ റീജിയന്റെ വുമൻസ് ഫെലോഷിപ്പിന്റെ ഒരു പ്രത്യേക സമ്മേളനം നാളെ വൈകിട്ട് 5 മണിക്ക്, ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് IPC ഹെബ്രോൺ ഗോസ്പൽ സെന്ററിൽ വെച്ച് നടക്കുമെന്ന് ലേഡീസ് ഫെലോഷിപ്പിന്റെ കോർഡിനേറ്റർ സിസ്റ്റർ മോളി എബ്രഹാം അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ സിസ്റ്റർ ഷാൻഡി കുറിയാക്കോസ് ദൈവവചനം സംസാരിക്കുന്നതാണ്. ഈ വർഷത്തെ CCFന്റെ ആനുവൽ വോളിബോൾ ടൂർണമെന്റ് നാളെ രാവിലെ 9 മണിക്ക് എൽഗ്രോവിലുള്ള പാർക്ക് ഡിസ്റ്റിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. അഡ്രസ് 1000 വെല്ലിംഗ്ടൺ അവന്യൂ, എൽഗ്രോ വില്ലേജ്. പ്രത്യേകം സ്ഥലമാറ്റം ശ്രദ്ധിക്കുക. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നടന്നത് നൈൽസിലുള്ള ഗോൾഫ് മെയിൻ പാർക്ക് ഡിസ്ട്രിക്റ്റിലായിരുന്നു. എന്നാൽ ഈ വർഷം നടക്കുന്നത് എൽഗ്രോവിലുള്ള 1000 വെല്ലിംഗ്ടൺ അവന്യൂവിലുള്ള പാർക്ക് സെന്ററിൽ വെച്ചാണ്. നാളെ രാവിലെ 9 മണിക്ക് CCFന്റെ വോളിബോൾ ടൂർണമെന്റ്. ഷിക്കാഗോയിലെ വിവിധ ടീമുകൾ തമ്മിലുള്ള മത്സരം നാളെ രാവിലെ 9 മണിക്ക് ആരംഭിക്കും. ഉച്ചകഴിയോടുകൂടെ അതിൻ്റെ സെമി ഫൈനലിലേക്ക് പ്രവേശിക്കും. ഈവനിങ്ങിന് മുമ്പായിട്ട് തന്നെ ഫൈനൽ ഗെയിമുകൾ ഉണ്ടായിരിക്കുമെന്നാണ് ഇപ്പോഴത്തെ പ്രോഗ്രാം അനുസരിച്ച് കണക്കാക്കുന്നത്. ഈ വോളിബോൾ ടൂർണമെന്റ് തത്സമയ കമന്ററി നമ്മൾ അവിടെ വെച്ച് ചെയ്യുന്നതാണെന്നുള്ള വിവരം കൂടെ ഞങ്ങൾ ഈ സമയം ഓർപ്പിക്കുന്നു. IPC ഷിക്കാഗോ സഭയുടെ ആനുവൽ കൺവെൻഷൻ മെയ് മാസം 30, 31 തീയതികളിൽ അടുത്ത വെള്ളി ശനി ദിവസങ്ങളിൽ സഭാ ഹാളിൽ വെച്ച് നടക്കുമെന്ന് സഭയുടെ സീനിയർ പാസ്റ്റർ ഡോക്ടർ ടൈറ്റസ് ഈപ്പൻ അറിയിക്കുന്നു. ഈ സമ്മേളനത്തിൽ ഡോക്ടർ ജിബിൻ പൂവക്കാല, പവർ വിഷനിലെ പ്രധാന സംഘാടകരിൽ ഒരാളും പ്രമുഖ പ്രഭാഷകരിൽ ഒരാളുമായ ഡോക്ടർ ജിബിൻ പൂവക്കാല ദൈവവചനം സംസാരിക്കുന്നതാണ്. ഈ വർഷത്തെ നമ്മുടെ CCF ക്യാമ്പ് ജൂൺ മാസം 26 മുതൽ 29 വരെ നടക്കുമെന്ന് CCFന്റെ ഭാരവാഹികൾ അറിയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ഡോക്ടർ ബിജു ചെറിയാനുമായി ബന്ധപ്പെടാവുന്നതാണ്. ഈ വർഷം കാനഡയിൽ വെച്ച് നടക്കുന്ന IPC ഫാമിലി കോൺഫറൻസിന്റെ നാഷണൽ പ്രെയർ ഡേ ജൂൺ മാസം 1 തീയതി ഞായറാഴ്ച നടത്തപ്പെടുന്നതാണ്. അന്നേ ദിവസം അമേരിക്കയിലും കാനഡയിലുമുള്ള IPC സഭകളിൽ IPC ഫാമിലി കോൺഫറൻസിനെ കുറിച്ചുള്ള പ്രത്യേക പ്രസ്താവന നടത്തുകയും ഒരു പ്രത്യേക സംഭാവനകൾ സ്വീകരിച്ച് ഭാരവാഹികൾക്ക് എത്തിക്കുകയും ചെയ്യണമെന്ന് ഭാരവാഹികളുടെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. IPC ഷിക്കാഗോ സഭയുടെ പുതിയ സീനിയർ പാസ്റ്ററായി പാസ്റ്റർ സേവ്യർ ജെയിംസ് ജൂൺ മാസം 1 തീയതി ഞായറാഴ്ച സഭാ യോഗത്തിൽ വെച്ച് ചാർജ് എടുക്കുമെന്ന് സഭയുടെ ഭാരവാഹികൾ അറിയിക്കുന്നു. വിവിധ ഫാമിലി കോൺഫറൻസുകളുടെ വിവരം കൂടെ ഈ സമയം അറിയിക്കുന്നു. ഷാരോൺ ഫെലോഷിപ്പ് ചർച്ചസിന്റെ നോർത്ത് അമേരിക്കയിലുള്ള വിവിധ സഭകളുടെ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം 3 മുതൽ 6 വരെ ഡാളസിൽ വെച്ച് നടക്കുമെന്ന് സെക്രട്ടറി ബ്രദർ ജെയിംസ് ഉമ്മൻ അറിയിക്കുന്നു. 28ാമത് നോർത്ത് അമേരിക്കൻ ചർച്ച് ഓഫ് ഗോഡിന്റെ ഫാമിലി കോൺഫറൻസ് ന്യൂയോർക്കിൽ ലോങ് ഐലൻഡിൽ വെച്ച് ജൂലൈ മാസം 10 മുതൽ 13 വരെ നടത്തപ്പെടുന്നതാണ്. IPC നോർത്ത് അമേരിക്കൻ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം 17 മുതൽ 20 വരെ എഡ്മണ്ടൺ കാനഡയിൽ വെച്ച് നടത്തപ്പെടുന്നതാണ്. അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ ഫാമിലി കോൺഫറൻസ് ജൂലൈ മാസം 24 മുതൽ 27 വരെ ടൊറോണ്ടോയിൽ വെച്ച്, കാനഡയിലെ ടൊറോണ്ടോയിൽ വെച്ചും നടത്തപ്പെടുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിക്കുന്നു. ഈ വിവിധ സഭകളുടെ ഫാമിലി കോൺഫറൻസിന്റെ ഒരുക്കങ്ങൾ പുരോഗമിച്ചു വരുന്നതായി അതിൻ്റെ ഭാരവാഹികളുടെ അറിയിപ്പിൽ പറയുന്നു. ഈ മീറ്റിംഗിൽ പങ്കെടുക്കാൻ താല്പര്യപ്പെടുന്നവർ ദയവായി ഇപ്പോൾ തന്നെ അതതിൻ്റെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് രജിസ്ട്രേഷന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണമെന്ന് അറിയിക്കുന്നു. ഇതോടെ ഇന്നത്തെ വീക്കിലി റൗണ്ടപ്പ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ ചില ആഴ്ചകൾക്ക് മുമ്പ് പാസ്റ്റർ ജേക്കബ് ജോണിന്റെ നേതൃത്വത്തിൽ കേരളത്തിലും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യയിലും നോർത്ത് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളുമായി നടത്തപ്പെടുന്ന ഇന്ത്യക്ക് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥന ടീം കഴിഞ്ഞ ദിവസം ജമ്മു കാശ്മീരിൽ, പ്രത്യേകിച്ച് നമ്മുടെ ഭീകരാക്രമണം നടന്ന സ്ഥലങ്ങളിൽ
സന്ദർശിച്ച് പ്രാർത്ഥന നടത്തിയ വിവരം നമ്മുടെ ഗ്രൂപ്പിൽ നമ്മൾ അറിയിക്കുകയുണ്ടായല്ലോ. അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ പാസ്റ്റർ ജേക്കബ് ജോണും സംഘവും പത്താൻകോട്ടിലും അതുപോലെ തന്നെ ഭീകരാക്രമണം നടന്ന സ്ഥലങ്ങളും സന്ദർശിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ദയവായി ആ പ്രാർത്ഥനാ സംഘത്തെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ ഉള്ള അപേക്ഷ നമുക്കും ലഭിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാ അംഗങ്ങളുടെയും പ്രാർത്ഥന അതിനുവേണ്ടി അഭ്യർത്ഥിക്കുന്നു. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ഭാരതത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അധർമ്മങ്ങളുടെ പ്രവൃത്തി ധാരാളമായിട്ട് നടക്കുന്ന ഈ സമയത്ത് കേരളത്തിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഞെട്ടലോടുകൂടി ഓരോ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കേരളത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ഇന്ത്യക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, അമേരിക്കയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മുടെ പ്രസിഡന്റിന് വേണ്ടി പ്രാർത്ഥിക്കാം. അങ്ങനെ ലോകം എമ്പാടും ശാന്തിയും സമാധാനവും വിളയാടുവാൻ ദൈവത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ രാജ്യങ്ങൾക്കും എല്ലാ വ്യക്തികൾക്കും ഉണ്ടാകുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ അംഗങ്ങൾക്കും ദൈവാനുഗ്രഹ സമ്പൂർണ്ണമായിരിക്കുന്ന ഒരു ആഴ്ചവട്ടം ഞങ്ങൾ ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഇന്നത്തെ വീക്കിലി റൗണ്ട് കൂടെ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.